ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു അടിപൊളി യാത്രയാണ് പോകാൻ വേണ്ടി പോകുന്നത്. സമയം ഇപ്പോൾ 11 മണിയായി. രാവിലെ എണീക്കാൻ മടിയായതുകൊണ്ട് ഇന്നും ലേറ്റായിപ്പോയി. നല്ല വെയിലാണ് ഇപ്പോഴും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പാടിച്ചാലാണേ. ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ചാത്തമംഗലം ഹിൽസിലേക്കാണ്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിലൊക്കെ ആ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവും. നല്ല തൈലപ്പുല്ല്, ഈ തെരുവപ്പുല്ല് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു പുല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ചെറുപുഴ വഴിയാണ് ഞാനിപ്പോൾ പോകുന്നത്. റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മെല്ലെ ചലിക്കാം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ചെറുപുഴ പയ്യന്നൂർ റൂട്ടാണ്. നേരെ പോകുന്നത് ഇപ്പോൾ നമ്മൾ ചെറുപുഴയിലേക്കാണ്. ചെറുപുഴ ടൗണിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് തിരുമേനി ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. തിരുമേനിയിൽ നിന്നിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് താബോറിലേക്ക് പോകണം. വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് റോഡിൻ്റെ വ്യൂ കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല. മേജറായിട്ടുള്ള സ്ഥലങ്ങളെത്തുമ്പോൾ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇൻട്രോ എടുത്ത പാടിച്ചാലിൽ നിന്നും ഈ ചെറുപുഴ വരെ 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി തിരുമേനി താബോറിലേക്കൊരു ഏകദേശം 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും. കറക്റ്റ് കിലോമീറ്റർ എനിക്കറിയില്ല. ചെറുപുഴ ടൗൺ എത്തി. ഇവിടെ AI ക്യാമറ ഉണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ പോവാം. ഇവിടുന്ന് നേരെ പോയാൽ പുളിങ്ങോം ജോസിഗിരി ഭാഗത്തേക്ക് പോവാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് തിരുമേനി ഭാഗത്തേക്ക് പോവാം. ആ ബസ് വരുന്ന വഴിയുണ്ടോ, അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ നമ്മുടെ ഈ ചെറുപുഴ. ഞാനിപ്പോൾ നിൽക്കുന്ന ജംഗ്ഷൻ്റെ പേര് മഞ്ഞക്കാട് എന്നാണ്. ചെറുപുഴയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഇവിടത്തേക്ക്. ഈ ഒരു ജംഗ്ഷനിൽ റൈറ്റ് എടുത്തിട്ട് ആ ഒരു നെക്സോൺ വരുന്ന വഴിയുണ്ടോ, ആ ഒരു വഴി നമുക്ക് പോയാൽ ആലക്കോട് പോകാൻ വേണ്ടി പറ്റും. ആലക്കോട്, രേരം, ആലക്കോട്, ഇരിട്ടി, പേരാവൂർ, ആ ഒരു വഴി നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ ഒരു ചാത്തമംഗലം ഹിൽസിലേക്ക് കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ നേരെ ആലക്കോട് കയറുക. ആലക്കോട് നിന്ന് ഈ ഒരു ജംഗ്ഷൻ എത്തുക. ഈ ജംഗ്ഷൻ നിന്നിട്ട് നേരെ പോവുക. ഈ ഒരു മഞ്ഞക്കാട് നിന്നും തിരുമേനി വരെ 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. നിങ്ങളിപ്പോൾ ചീമേനി, നീലേശ്വരം ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ നേരെ ചീമേനിയിലേക്ക് വരിക. ചീമേനിയിൽ നിന്ന് നേരെ കയറി പോത്താങ്കണ്ടം ജംഗ്ഷൻ വഴി പാടിച്ചാലിലേക്ക് കയറുക. പാടിച്ചാലിൽ നിന്ന് നേരെ ചെറുപുഴ റൂട്ടിലേക്ക് വരിക. ഞാനിപ്പോൾ വന്ന റൂട്ട്, അതായത് പയ്യന്നൂർ ചെറുപുഴ റോഡിലൂടെ വന്നിട്ട് ചെറുപുഴ എത്തിയിട്ട് റൈറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരിക. അല്ല നിങ്ങൾ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ നേരെ ചിറ്റാരിക്കാലേക്ക് വരിക. ചിറ്റാരിക്കാൽ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്. ചിറ്റാരിക്കാൽ വന്നിട്ട് നേരെ ചെറുപുഴ ടൗണിലേക്ക് കയറുക. ചെറുപുഴ ടൗണിലെത്തിയിട്ട് നേരെ വന്നിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് ഈ ഒരു വഴിയിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് പോവാം. ഏത് വഴിയിലൂടെ വന്നാലും ഈ ഒരു ജംഗ്ഷനിൽ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല വെയിലാണ്, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഈ പോകുന്ന റൂട്ടിന് പാരലായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. മുളപ്ര എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അതിൽ വെള്ളമുണ്ടോ നോക്കിയിട്ട് പോവാം. ഒരു രസമല്ലേ ഇതൊക്കെ. അത്യാവശ്യം വെള്ളമുണ്ട്, കുഴപ്പമില്ല. വാ, വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടോ, എന്ത് രസമല്ലേ. വെള്ളം കുറവാണേ. മഴക്കാലത്ത് ഈ ഒരു പാലത്തിൻ്റെ മുകളിലേക്കൂടെ വെള്ളം ഒഴുകാറുണ്ട്. അത്രയും വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. പള്ളിയുടെ തൊട്ടപ്പുറത്തായിട്ട് അയ്യപ്പൻ്റെ ഭജന മഠമുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു തെയ്യം കഴിക്കുന്ന അമ്പലമുണ്ട്. പാറോത്തനീര് എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോകാനേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്കെന്തായാലും നമ്മുടെ ചാത്തമംഗലത്തേക്ക് പോവാം.
പ്രാപ്പോയിൽ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. ഈ ഒരു വഴിയിലൂടെ പോയാൽ കൊട്ടത്തളിച്ച് മലയിലേക്ക് പോവാട്ടോ. ആ ഒരു വഴി പോയിട്ട് ഒരു പാലമുണ്ട്, ഒരു ചെറിയൊരു പാലം. ആ പാലത്തു നിന്ന് റൈറ്റ് എടുത്തിട്ട് പോകണം. നേരെ കൊട്ടത്തളിച്ചിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇത് ഗോക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു മഹാദേവൻ്റെ ക്ഷേത്രമുണ്ട്. ഇതുണ്ടോ, ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആംബിയൻസ് നോക്ക് നിങ്ങൾ. ചുറ്റും മരങ്ങളും, അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ മലകളാണ്. മലകളും മരങ്ങളൊക്കെ ആയിട്ട് പൊളി സ്ഥലം. ഗോക്കടവ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ ഒരു മല കണ്ടു. നിങ്ങൾ കണ്ട ആ മലയുടെ ഉയരം ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുക. ആ ഒരു മല, എൻ്റെ പൊന്നെ, അതിൻ്റെ ഹൈറ്റ് നോക്കിക്കുക നിങ്ങൾ. പൊളിച്ച്. അങ്ങനെ തിരുമേനി എത്തിയിരിക്കുകയാണ്. തിരുമേനി വരെ നിങ്ങൾക്ക് ബസ് കിട്ടും കേട്ടോ. പയ്യന്നൂരിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ബസ് തിരുമേനിയിലേക്കുണ്ട്. പക്ഷെ താബോർ ഭാഗത്തേക്ക് അധികം ബസ്സുകളില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് ആൾക്കാരൊക്കെ കുറവായതുകൊണ്ടായിരിക്കും. കുറച്ച് KSRTC ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ടൗണിൽ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് നേരെ പോകുന്ന റോഡ് മുതുവം റോഡാണ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന റോഡ് താബോർ റോഡാണ്. നിങ്ങൾക്ക് പയ്യന്നൂർ ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരണമെങ്കിൽ പയ്യന്നൂർ തിരുമേനി ബസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ തിരുമേനിയിൽ നിന്ന് പയ്യന്നൂരിലേക്കും ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. പക്ഷെ താബോറിലേക്ക് ഡയറക്റ്റ് ബസ്സുകൾ വളരെ കുറവാണ്. കുറച്ച് KSRTC സർവീസുകൾ മാത്രമേ ഈ ഒരു താബോറിലേക്ക് അവർ നടത്തുന്നുള്ളൂ. അതിൻ്റെ കാരണം കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല. കുറേ കൂടി മുകളിലെത്തി ഒരു ഓട്ടോ അങ്ങ് താഴേന്ന് വരുന്നുണ്ട്. ഇതുകൊണ്ട് ഈ സ്ഥലം നിങ്ങൾ മൊത്തം കുന്നുകളാണ്. ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള വളവ് കണ്ട് ഇവിടെ. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് കണ്ടിട്ട് നിർത്തിയതാണ്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, ഞാൻ കാണിച്ചു തരാം. അങ്ങ് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും കേട്ടോ. നല്ല തണുപ്പായിരിക്കും ആ വെള്ളത്തിനൊക്കെ. നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. ആ ഒരു പാറയിലൂടെ വന്നിട്ട് ഇങ്ങനെ വീഴുന്നത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങ് താഴേക്ക് ഒഴുകി പോവാട്ടോ. അത് ഇവിടെ നല്ല കാറ്റാണ്. കുന്നിൻ പ്രദേശമായതുകൊണ്ട് കാറ്റിങ്ങനെ തണുത്ത കാറ്റാണ്, തണുത്ത കാറ്റ്. കുറച്ചുകൂടി മുകളിലെത്തി. ഈ ഒരു സ്ഥലത്ത് വീഡിയോ എടുത്താൽ മതിയാവുന്നില്ല കേട്ടോ. നിങ്ങൾ നോക്കിയത്, എൻ്റെ അമ്മോ എന്താണത്, ഫുള്ള് മലകളാണേ. പൊളി പൊളി. ഇവിടെ ഒരു പള്ളി ഉണ്ട്. നോക്കി ഈ കാഴ്ചകളൊക്കെ. ആ ഒരു മലയുടെ മുകളിലൊരു പള്ളി, അടിപൊളി. ഇവിടെ ഒരു വൃദ്ധമന്ദിരമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നേ, നിങ്ങളിത് കാണുന്നില്ലേ ഗൈസ്? നിങ്ങളിത് കാണുന്നില്ലേ? അങ്ങനെ ആ മലയുടെ ഏറ്റവും മുകളിൽ പാറകളാണ്. അയവ ഫുള്ള് കാടാണ്. നമ്മൾ താബോർ എത്തിയിട്ടോ. ഈ കാണുന്നതാണ് താബോർ ജംഗ്ഷൻ. അവിടെ തൊട്ട് മുകളിലായിട്ടൊരു പള്ളിയുണ്ട്. ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. ഒരു കട ഇവിടെ ഉണ്ട്, ഒരു കട അവിടെ ഉണ്ട്. അത്രയും കടകൾ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് നേരെയാണ് പോകണ്ടേ. താബോറിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നു ഇതുപോലൊരു സ്ഥലത്തെത്തും. ഇതാണ് നമ്മൾ വന്ന വഴി, താബോറിൽ നിന്ന് നേരെ വന്ന വഴി. ഇവിടുന്ന് നേരെ താഴേക്ക് പോകുന്ന റോഡ് ഉദയഗിരിയിലേക്ക് പോകുന്നതാണേ. താബോർ ഉദയഗിരി റോഡാണിത്. നമുക്കിവിടുന്ന് ഈ ഒരു ഗ്യാപ്പ് റോഡിലേക്കൂടെയാണ് പോകേണ്ടത്. ഇത് കണ്ട നിങ്ങൾ, ചെറിയൊരു റോഡാണ്, ചെറിയ ഗ്യാപ്പ് റോഡ് പോലത്തെ. ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പോകും, ഒരു ഓട്ടോക്ക് പോകേണ്ട വീതി മാത്രമേ റോഡിനുള്ളൂ. മൊത്തം കാടാണ്. ഞാനിപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു വഴി. അപ്പോൾ ഈ റോഡ് കുറച്ചുകൂടി പോകുന്ന സമയത്ത് ടാറിങ് കഴിയും, കുറച്ചൊരു ഓഫ് റോഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ടാറിങ് ആവും. അതിലൂടെ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു പെട്ടിക്കടയുണ്ട്. പെട്ടിക്കടയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് ഉണ്ട് പറഞ്ഞു, റൈറ്റ് സൈഡിലോട്ട്. നമുക്കെന്തായാലും പോയി നോക്കാം.
അപ്പുറത്തെ സൈഡും ഇങ്ങനെ മലകളാണ്. ആ മലയും താഴേക്ക് ഇറങ്ങി പോകുന്നു. ദങ്ങ താഴെ ഈ രണ്ട് മലയും കൂട്ടിമുട്ടുന്ന ആ ഒരു താഴെ വശത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. അടിപൊളി. അങ്ങോട്ടൊക്കെ റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് തമ്പുരാനറിയാം. വാവ്, എന്തായാലും പൊളി സ്ഥലം. ഇതാണ് ഗൈസ് ആ ചേട്ടൻ പറഞ്ഞ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഇത് V3 കിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് ഓഫ് റോഡ് അടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്ക്. ഇത് അത്ര വലിയ ഓഫ് റോഡൊന്നും അല്ല, എന്നാലും ഈ കിറ്റിൻ്റെ സ്ക്രൂ അതും ഇതൊക്കെ ലൂസായി കഴിഞ്ഞാൽ പിന്നെ കിറ്റ് അടിക്കാൻ തുടങ്ങി ഇങ്ങനെ കിടന്നിട്ട്. ABS അടിച്ച് ഓ രക്ഷപ്പെട്ട് ഗൈസ്, രക്ഷപ്പെട്ട്. ടാറിങ് റോഡ് തുടങ്ങി. ആ തൊട്ട് മുന്നിലായിട്ടൊരു പെട്ടിക്കട കാണുന്നുണ്ട് കേട്ടോ. അവിടെ ആയിരിക്കും മിക്കവാറും വണ്ടി നിർത്തേണ്ടത്. അങ്ങനെ തെരുവമല എത്തിയിട്ടോ. ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തെരുവമല എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഈ ഒരു ഓഫ് റോഡിലൂടെ അങ്ങ് മുകളിലേക്ക് നടന്നു പോകണം. ഓഫ് റോഡാണ്. ഈ ബൈക്ക് എന്തായാലും കയറില്ല. ഹിമാലയനോ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കായിരുന്നു. V3 കൊണ്ട് പോയാലും ഞാൻ കിറ്റൊക്കെ കയ്യിൽ പറക്കിയെടുത്തിട്ട് വരേണ്ടി വരും. ഈ സ്ഥലത്ത് കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു സൈഡിലുണ്ട്, പിന്നെ ഈ ഒരു സൈഡിലുണ്ട്. ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി മുകളിലേക്ക് അങ്ങ് നടന്ന് പോകണം. ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്, 1-2 പെട്ടിക്കടയുണ്ട്. പക്ഷെ അതൊന്നും തുറന്നിട്ടില്ല, മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ പെട്ടിക്കടയിൽ നിന്ന് എന്തെങ്കിലും കുടിക്കുമ്പോൾ ഇരിക്കാനും അങ്ങനെ ആക്കാനൊക്കെ ആയിരിക്കും. ഈ റോഡ് താഴേക്ക് അങ്ങ് പോകുന്നുണ്ട്. എവിടം വരെ ഉള്ളതെന്ന് എനിക്കറിയില്ല. അത് കണ്ടോ നിങ്ങൾ, മലകൾ ഇങ്ങനെ 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 നിരന്ന് കിടക്കാണ്. അങ്ങ് താഴ്വാരം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. താബോർ തെരുവമല വൈകുന്നേരം 6 മണിക്ക് ശേഷം പ്രവേശനം ഇല്ലാന്ന് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ അവരാണെന്ന് തോന്നുന്നു വെച്ചത്. ഇതിലൂടെ വണ്ടിയൊക്കെ കയറ്റാൻ നല്ല പാടാണ് കേട്ടോ. ഹിമാലയം കൊണ്ടൊന്നും പറ്റും തോന്നണില്ല. മൊത്തം ഉരുളൻ കല്ലുകളാണ് ഇങ്ങനെ. ഇത് കണ്ടോ നിങ്ങൾ, ഇതുപോലത്തെ കല്ലുകളാണ് മൊത്തം. ഇങ്ങനെ നിരങ്ങി സ്ലിപ്പായി പോവും. ഇത് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ്. സ്വന്തം വണ്ടിയായിട്ട് വരുന്നവരൊന്നും ഈ ഒരു സാഹസത്തിന് നിൽക്കില്ല. വണ്ടി ഇഷ്ടപ്പെടുന്നവർ വണ്ടി കളയാൻ വേണ്ടി ശ്രമിക്കില്ലല്ലോ. പോകുന്ന വഴിക്ക് നമ്മുടെ മലയാളികളുടെ സ്ഥിരം ശീലം ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയും പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് കവറുകളും ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ കാടിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും വരുന്നവർ. അടിപൊളിയല്ലേ, എന്ത് പറയാനല്ലേ. ഞാൻ നന്നായിട്ട് കിതക്കുന്നുണ്ട് കേട്ടോ, ശ്വാസം കിട്ടുന്നില്ല. ഇപ്പം എങ്ങോട്ട് പോയാലും എവിടേക്ക് പോയാലും ഈ ബൈക്കുമായിട്ട് പോകുന്നതുകൊണ്ട് നടക്കുന്ന ശീലം ഒട്ടുമില്ലല്ലോ, നടക്കാറേ ഇല്ല. അതുകൊണ്ട് ഈ ചെറിയ നടത്തം നടക്കുമ്പോഴേക്കും പട്ടി അണക്കുന്ന പോലെ അണക്കുകയാണ് ഞാൻ. അമ്മേ, ഇങ്ങനെ ചെറിയ യാത്രകളൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ നടക്കാറുള്ളൂ. പക്ഷെ എനിക്ക് നടക്കാൻ ഇഷ്ടമാണേ. എന്തോ ഓരോ മടി വരുന്ന സമയത്ത് പിന്നെ നടക്കൂല, ബൈക്കും കൊണ്ടങ്ങ് പോവും. അതാകുമ്പോൾ എളുപ്പപ്പണിയായല്ലോ. എല്ലാവർക്കും എളുപ്പപ്പണിയാണല്ലോ ഇഷ്ടം.
ഫൈനലി കുറേ മുകളിലെത്തി. കതച്ച് ഞാൻ ഇല്ലാണ്ടായി. ഇവിടെ ഒരു പാറ കണ്ടു. അയ്യോ അങ്ങ് ദൂരെ കാണുന്ന അതാണ് കേട്ടോ ഏറ്റവും പീക്കിലുള്ള ഒരു മല. അവിടെ വരെ എത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. പൊളിച്ച് ഫുള്ള് കാറ്റാണ്. ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതുപോലത്തെ കാറ്റാ. ആ ഒരു താഴ്ഭാഗത്തു നിന്നും ഇങ്ങനെ മുകളിലേക്ക് അടിച്ച് കയറുന്ന കാറ്റാണ്. നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. അങ്ങ് അതിലൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. കുറച്ച് ഇതിലൂടെ ആയിരുന്നേ പൊളിച്ചേനെ. ആ മലകളുടെ അപ്പുറത്തേ അത് പോയി. പൊളി. കുറേ കൂടി മുന്നിലേക്ക് എത്തി. ഫുള്ള് പുല്ലാണ്. വഴിയെന്ന് പറയാൻ ഒന്നുമില്ല. വഴിയിലേക്കൊക്കെ പുല്ല് വീണിട്ട് ഈ ഒരു തെരുവപ്പുല്ലാണ് മൊത്തം. ആ തെരുവപ്പുല്ല് മുട്ടിയിട്ട് കൈയൊക്കെ ചൊറിയുന്നു ഗൈസ്. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് വേറെ ഒരു സ്വർഗ്ഗമാണ് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഞാൻ പോകുന്ന വഴി കണ്ടോ? മൊത്തം തെരുവപ്പുല്ല് ഇങ്ങനെ മറഞ്ഞിരിക്കുക വഴികളൊക്കെ. ഞാൻ ആ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി പോയാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും ഞാൻ. ഒരാളുടെ ഹൈറ്റിനെക്കാട്ടിലുണ്ട് ഈ ഒരു പുല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. കുന്നായതുകൊണ്ട് മെല്ലെ കയറി വരാൻ പറ്റുന്നുള്ളൂ. അധികം സ്പീഡിൽ നടക്കുന്ന സമയത്ത് ഭയങ്കര കിതപ്പ് വരുന്നു. Now I am in the top of the hill, guys. Yeah. നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ കാണിച്ചുതരാം. നിക്ക്. ഓ, ഇത് കണ്ട? വാവ്. തെരുവമലയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു മലയുടെ അവസാനത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറക്കാണ്. പിന്നെ അപ്പുറത്തുള്ള ആ ഒരു മല മാത്രമേ ഉള്ളൂ. ആ ഒരു മലയുണ്ട്, അപ്പുറം ഒരു മലയുണ്ട്, അപ്പുറം ഒരു മലയുണ്ട്. ഇതേ മലകളിങ്ങനെ നിരന്നങ്ങ് കിടക്കുക. എന്താ അല്ലേ, അടിപൊളി. നമ്മൾ വണ്ടി വെച്ച അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ നടക്കാനുണ്ടാവും കേട്ടോ. വൺ സൈഡ് തന്നെ. ഞാൻ ഒരുപാട് ദൂരം നടന്നു, ഒരുപാട് സമയം നടന്നു. ഇത് അങ്ങ് കാണുന്ന ആ ഒരു വഴിയിലൂടെയൊക്കെയാണ് ഞാൻ വന്നത്. വഴി മാത്രം കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങ് താഴോട്ട് എത്തുന്ന സമയത്ത് മൊത്തം കാട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണേ. അതുകൊണ്ട് വഴിയൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെ തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാടാണ്. ഞാൻ ഇവിടെ ഒരു തണൽ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ. ഭയങ്കര വെയില്, വേർത്ത് കുളിച്ച് ഞാനൊരു ഫ്രൂട്ടി മേടിച്ച് താബോർ എത്തിയിട്ട് അവിടെ മാത്രമല്ല കടയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ കടയും കാര്യങ്ങളൊന്നുമില്ല. താഴത്തെ പെട്ടിക്കടയൊന്നും തുറക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു ഫ്രൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു 10 രൂപയുടെ. ഫ്രൂട്ടി കുടിച്ചു. എന്തൊരു സുഖം. ഈ ഒരു ചാത്തമംഗലത്ത് നിന്ന് നോക്കിയാൽ കൂർഗ് മലനിരകളും പിന്നെ നമ്മുടെ പൈതൽ മലകളും ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എവിടെയാണ് കൂർഗ് മല, എവിടെയാണ് പൈതൽ മല എന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. വെറുതെ അതാണ് പൈതൽ മല, അതാണ് മറ്റേ കൂർഗിലെ മലനിര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ എന്നെ കളിയാക്കൂലേ. വെറുതെ തെറ്റ് പറഞ്ഞ് പ്രചരിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിനും മാത്രമുള്ള സാഹസത്തിന് ഞാൻ നിൽക്കുന്നില്ല. ഈ ഒരു തിരുമേനി താബോർ ഭാഗത്തൊക്കെ നിങ്ങൾ മലബാർ കുടിയേറ്റം എന്നൊക്കെ കേട്ടിട്ടില്ലേ? 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മലബാർ കുടിയേറ്റത്തിൽ ഈ ഒരു തിരുവിതാംകൂർ നിന്നുള്ള കുറേ ആൾക്കാർ ഈ ഒരു മലബാറിലേക്ക് കുടിയേറി വന്നു. കൂടുതലായിട്ടും ക്രിസ്ത്യൻസാണ് കുടിയേറി വന്നവർ. അവർ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ചെറുപുഴ, ഈ ഒരു തിരുമേനി, താബോർ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ കുടിയേറി വന്ന ആൾക്കാർ ഈ ഒരു തെരുവപ്പുല്ല് വെച്ചിട്ട് പുൽത്തൈലം ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് തെരുവമല എന്ന പേര് വന്നത് എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. എൻ്റെ കറക്റ്റായിട്ടുള്ള ചരിത്രം അറിയില്ല. ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്.
ഈ പണ്ട് വന്ന ആൾക്കാർ ഈ തെരുവപ്പുല്ല് വെച്ചിട്ട് പുൽത്തല ഉണ്ടാക്കി, അങ്ങനെ അതിൻ്റെ പേരിലാണ് ഈ ഒരു തെരുവമല എന്ന പേര് വന്നു എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 മീറ്റർ ഉയരത്തിലാണേ. നിങ്ങൾ കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൺസൂൺ സമയത്ത് നിങ്ങൾ ഇവിടെ വരണം. വേറെ ലെവലായിരിക്കും, ശരിക്കും സ്വർഗ്ഗമായിരിക്കും, സ്വർഗം. പക്ഷെ ആ മൺസൂൺ സമയത്ത് ഈ ഒരു കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല കേട്ടോ. ഈ അടുത്തുള്ള മല പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല മര്യാദക്ക്. അത്രയും കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരിക്കും ഇവിടെ. ഇപ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ, അങ്ങ് ദൂരേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. കൂടിപ്പോയത് ആ മലയുടെ അവിടം വരെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ആ ഒരു മലയുടെ അപ്പുറത്തോട്ടുള്ള മലകളൊക്കെ ഇങ്ങനെ ഒരു വൈറ്റിഷ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്, മൂടൽ മഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ. എൻ്റെ പൊന്നെ, എന്തായാലും പൊളിച്ചു കേട്ടോ, സ്വർഗ്ഗമാണിത്, സ്വർഗം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലത്തൊക്കെ വരണം കേട്ടോ. ഒറ്റയ്ക്ക് വരണം എന്നൊന്നും ഞാൻ പറയില്ല, എന്നെപ്പോലെ പ്രാന്തുള്ളവർക്ക് ഒറ്റയ്ക്ക് വരാം, അല്ലെങ്കിൽ കപ്പിളായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്നിട്ട് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഈ ഒരു തെരുവമല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട്, ഉദയഗിരി, ചെറുപുഴ എന്നീ പഞ്ചായത്തുകൾക്കിടയിലാണ് കേട്ടോ. ആ ഒരു 3 പഞ്ചായത്തിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിടിലൻ സ്ഥലമാണ് ഈ ഒരു ചാത്തമംഗലം, അതായത് നമ്മുടെ തെരുവമല. ഞാനങ്ങനെ ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ മുകളിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. അധികം നേരം അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല, നട്ടുച്ച സമയമല്ലേ. വൈകുന്നേരം ആണെങ്കിൽ ആ കാറ്റൊക്കെ കൊണ്ടിട്ട് ഒരു 1-2 മണിക്കൂർ അവിടെ നിൽക്കായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല ചുവന്ന കളറ് ചെമ്പരത്തി. ഇതൊരെണ്ണം പറിച്ചിട്ട് ചെവിക്കിറക്കിയിട്ട് പോയാലോ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു കിടിലൻ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് വന്ന അവിടത്തേക്ക് തന്നെ എത്തി. അയ്യോ അമ്മേ, നല്ല ക്ഷീണം പിടിച്ചു കേട്ടോ. ഞാൻ ദൂദ്സാഗർ 25 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ട്രെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇത്രയും ക്ഷീണം പിടിച്ചിട്ടില്ല. ഇത് ഒന്നാമത് ഞാൻ കുറേ നാളായിട്ട് നടക്കുന്നില്ല എവിടെയും. എങ്ങോട്ട് പോയാലും വണ്ടി എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നടക്കുമ്പോഴേക്കും ഭയങ്കര ക്ഷീണം പിടിക്കുന്നു. ഇനി കുറച്ചൊക്കെ നടന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നടക്കുകയുള്ളൂ. ട്രെക്ക് ചെയ്യാൻ പറ്റണില്ല. ഇതൊരു വണ്ടി വരുന്നുണ്ട്. ഓറഞ്ച് 1.5 കിലോ നാരങ്ങ 100 രൂപ, 1.5 കിലോ ഓറഞ്ച് 100 രൂപ. വത്തക്ക ഓറഞ്ച് 1.5 കിലോ ഓറഞ്ച് 100 രൂപ, 1.5 കിലോ ഓറഞ്ച് 100 രൂപ, 1.5 കിലോ നാരങ്ങ 100 രൂപ, 1.5 കിലോ നാരങ്ങ 100 രൂപ. ആ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് എൻ്റെ മേത്ത് മൊത്തം പുല്ലാണേ. ഇതുണ്ടോ, കയ്യിൽ മൊത്തം പുല്ലാണ്. ഇത് പേൻറ്റിന് മൊത്തം പുല്ലിങ്ങനെ പറ്റിപ്പിടിച്ചെടുക്കുക. വീട്ടിൽ പോയിട്ട് കുളിക്കണം. ചെറുതായിട്ട് ചൊറിയുന്നുണ്ട് മേലൊക്കെ. അപ്പോൾ ഈ ഒരു ഓഫ് റോഡും പിന്നെ ചാത്തമംഗലം ഹിൽസിൻ്റെ ട്രെക്കിങ്ങും ആ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെയാണ് എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു യാത്രയും അതിൻ്റെ കിടിലൻ കാഴ്ചകളായിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട് ബൈ വെറൈറ്റി വീൽസ്. ബൈ ബൈ ഗൈസ്. ഫ്രൂട്ടി.